എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കോഴിക്കോടുള്ള മാണിക്യം എന്ന വെച്ചൂർ പശുവാണത്. ഗിന്നസ് ബുക്കിൽ കയറിയ ഈ കുഞ്ഞൻ പശുവിന്റെ ഉയരം വെറും 61 സെന്റിമീറ്റർ മാത്രമാണ്. ഇത് കുഞ്ഞൻ, എൻ്റെ വീട്ടിലെ വെച്ചൂർ പശു. നമ്മളെല്ലാവരും കൊറോണ വൈറസിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഈ യുദ്ധം ജയിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? രോഗപ്രതിരോധ ശേഷി. അതെ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. അറിയാമോ? ഞാൻ ഏറ്റവും വലിയ കുടിക്കുന്നുണ്ട്. ഏറ്റവും വലിയ തരുന്നത് വെച്ചൂർ പശുവാണ്. വെച്ചൂർ പശുവിനെയും കുറച്ചും ഏറ്റവും മിൽക്കിനെയും കുറച്ചും ഇമ്മ്യൂണിറ്റിനെയും കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ 2 തരം പശുക്കളുണ്ട്: നാടൻ പശുക്കളും ഹൈബ്രിഡ് പശുക്കളും. നാടൻ പശുക്കളുടെ പാലാണ് ഏറ്റവും മിൽക്ക്. ഹൈബ്രിഡ് പശുക്കളുടെ പാലാണ് A1 മിൽക്ക്. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, ഇലപ്പുള്ളി, കുട്ടമ്പുഴ എന്നിവയാണ് നമ്മുടെ നാടൻ പശുക്കൾ. പാലിനും നെയ്യിനും ഔഷധ ഗുണമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളാണ് വെച്ചൂർ പശുക്കൾ. ഔഷധ ഗുണം നൽകുന്ന A2 ബീറ്റാ കേസിൻ എന്ന പ്രോട്ടീൻ വെച്ചൂർ പശുവിന്റെ പാലിലുണ്ട്. കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള വെച്ചൂർ എന്ന സ്ഥലത്താണ് ഇവയെ ആദ്യമായി കണ്ടെത്തുന്നത്. 3 അടിയിൽ താഴെ പൊക്കവും കുറഞ്ഞ ശരീരഭാരവുമാണ് പ്രത്യേകത. കറുപ്പ്, ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളിലാണ് ചെറിയ മുന്നോട്ട് വളഞ്ഞ പരന്ന കൊമ്പുകൾ, മുതുകിലെ മൂഴി. കണ്ടോ, ഇതാ മൂഴി. നീളമുള്ള നിലത്തുമുട്ടുന്ന വാല്. ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇച്ചിരി കുറുമ്പിയായിരിക്കും. കുറച്ച് മാത്രം ഭക്ഷണം, കുറച്ച് മാത്രം പരിരക്ഷ ഇണക്കമുള്ള വെച്ചൂർ പശുക്കളുടെ പ്രത്യേകതയാണിത്. നമ്മുടെ വീട്ടിലെ ആഹാരത്തിന്റെ ബാക്കി പുല്ല്, വൈക്കോൽ, അങ്ങനെ കുറച്ച് മാത്രം ഭക്ഷണം മതി. താമസിക്കാൻ തൊഴുത്ത് വേണമെന്ന നിർബന്ധമില്ല. ഏത് കാലാവസ്ഥയിലും ജീവിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. വെച്ചൂർ പശുവിന്റെ പാല് കട്ടി കൂടിയതും ദഹിക്കാൻ
എളുപ്പവുമാണ്. കൊറോണ കാലമായപ്പോ നമ്മളൊക്കെ കൂടുതലായി ആരോഗ്യം ശ്രദ്ധിച്ചു തുടങ്ങി. വീട്ടിലും ടെറസിലും പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങി. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി. അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊക്കെ കുറഞ്ഞു. നല്ല ഇമ്മ്യൂണിറ്റിയും ഉണ്ടാവാൻ തുടങ്ങി. നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും നമുക്കൊരു നാടൻ പശുവിനെ വളർത്താം. നമ്മുടെ വീട്ടിലെ ഭക്ഷണം മാത്രം കൊടുത്ത് കൊഴുത്തൊന്നുമില്ലാതെ നമുക്ക് നാടൻ പശുക്കളെ വളർത്താം. വെച്ചൂർ പശുക്കൾക്കും നാടൻ പശുക്കൾക്കും ഒക്കെ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് കുത്തിവെപ്പുകളോ അനാവശ്യ ചിലവുകളോ ഇല്ല. ഹൈബ്രിഡ് പശുക്കൾക്ക് വരുന്ന ആന്ത്രാക്സ്, കുളമ്പ് രോഗം, അകിടുവീക്കം തുടങ്ങിയ അസുഖങ്ങളൊന്നും നാടൻ പശുക്കൾക്ക് വരില്ല. പുറത്തുനിന്നും വാങ്ങുന്ന കാലിത്തീറ്റയും ഇവയ്ക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, കഞ്ഞിവെള്ളം, നമ്മുടെ വീട്ടിലെ പുല്ല് എന്നിവ മതി. വെച്ചൂർ പശുവിന്റെ പാലിലെ ഏറ്റവും മിൽക്ക് എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റി തരുന്നു. എനിക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു. എന്റെ ദഹനം എളുപ്പമാക്കുന്നു. അരുമ മൃഗമായ വെച്ചൂർ പശുക്കൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പാൽ നൽകുന്നു. 3 വെച്ചൂർ പശുക്കളും 2 കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട നാടൻ പശുക്കളുമാണ് എന്റെ വീട്ടിലുള്ളത്. എന്റെ മുത്തശ്ശനാണ് ഇവയൊക്കെ നോക്കുന്നത്. എനിക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും ഒക്കെ ഏറ്റവും മിൽക്കിലൂടെ കിട്ടുന്നു. പുതിയൊരു എപ്പിസോഡുമായി വരുന്നതുവരെ ബൈ ബൈ. സൈനിങ് ഓഫ്. ബൈ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വെച്ചൂർ പശുവിന്റെ ചാണകം എടുക്കുക. ചെടികളെ നന്നായി വളർത്താനുള്ള ഒരുപാട് ബാക്ടീരിയകളും